CM വലിയുള്ളാഹി ഹോട്ടലിൽ കയറി പൈസ കൊടുക്കാത്ത ആളാണല്ലേ എന്ന് പറഞ്ഞ് ഈ മഹാനെ എന്ത് ചെയ്യണം, അവരുടെ സ്ഥാനം സമൂഹത്തിൽ ഇല്ലാതെയാകണം. പക്ഷെ പുറത്തേക്ക് വരുന്ന ക്ലിപ്പുകളിലൊന്നും ഈ തെവീൽ ചിലപ്പോൾ ശ്രദ്ധിച്ചോളന്നില്ല. തെവീൽ ശ്രദ്ധിക്കുക എന്നല്ല, ഈ പറയുന്ന ആളുകളെ തെവീൽ പറയുന്നില്ല, അവരുടെ പ്രഭാഷണത്തിൽ അത് വരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രവർത്തകരായ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവിടെ തെവീൽ ഉണ്ടെന്നും അവരൊക്കെ ചെയ്തത് ഒരിക്കലും തെറ്റായി ചെയ്യുകയില്ല എന്ന് അവരുടെ സ്ഥാനം മനസ്സിലാക്കിയ ആളുകൾക്കറിയാം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നും ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയുടെ ചില കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി പറയുകയല്ല, ഇവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണ് അബ്ദുസ്സലാം സഖാഫി. അദ്ദേഹത്തെ മറ്റെന്തോ പേരിലാണ് അറിയപ്പെടുന്നത്, കോട്ട് സഖാഫി എന്നൊക്കെയാണ് അവരുടെ കൂട്ടത്തിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്നത്. മൂപ്പരെപ്പോഴും ഒരു കോട്ടക്കെട്ടും കൊണ്ടാണ് നടക്കുക. അത് ശക്തമായ സുന്നത്താണ് തോന്നുന്നു. എന്താവട്ടെ, ഇനിയിപ്പോൾ ഏതായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ പിടിക്കുന്നില്ല. ഇവിടെ പറഞ്ഞത് CM മടവൂർ എന്ന് പറയുന്ന ഇവർ വലിയാണ്, അള്ളാഹുവിൻ്റെ ഔലിയ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മടവൂര് മറവിട്ട് കിടക്കുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവി, ആ മനുഷ്യൻ അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന കാലത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, നല്ല സമയത്ത് ദർസിലൊക്കെ പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് അറബി കോളേജ് ബാക്കിയാത്തു സ്വാലിയാത്തിൽ പോയിട്ട് ബാക്കവി ബിരുദമൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള താളം തെറ്റലുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു മസ്ജിദിൽ ഖത്തീബായിക്കൊണ്ടും ഇമാമായിക്കൊണ്ടും ഒക്കെ ജോലി അനുഷ്ഠിച്ചിരുന്ന സമയത്ത്, വിവാഹമൊക്കെ കഴിച്ച് വിവാഹ ജീവിതമൊക്കെ തുടങ്ങിയിരുന്ന ആ സമയത്ത് പുലിമൊയ്തീൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂടുകയും പിന്നീട് ഇവർ പറയുന്നത് ഈ ഇഹലോക ജീവിതത്തോട് വിരക്തി ഉണ്ടായി എന്നൊക്കെയാണ്. അങ്ങനെയൊരു വിരക്തിയെക്കുറിച്ചൊന്നും അള്ളാഹുവിൻ്റെ ഹബീബോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വിരക്തി എന്താണെന്ന് നമുക്ക് അറിയയില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിനിടയിൽ ഒരു ദിവസം പലതരത്തിലുള്ള കറാമത്തുകൾ ഇവർ പറയാറുണ്ട്, കെട്ടി എഴുന്നള്ളിക്കാറുണ്ട്, തള്ളി മറിക്കാറുണ്ട്. അതിൽ ഒരു കറാമത്താണ്, ഒരു ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ഇതല്ല കറാമത്ത് വഴിയെ വരുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ വിശക്കുകയാണെങ്കിൽ ഹോട്ടലിൽ കയറും, ഭക്ഷണം കഴിക്കും, കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഹോട്ടൽ നടത്തിപ്പുകാരായ ആളുകളെടുത്ത്, അതിൻ്റെ ഓണറെടുത്ത് ഒക്കെ പോയിട്ട് പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചോ, ഉണ്ടാകുമ്പോൾ കൊടുന്നതാ, ഇനി കൊടുന്ന് തന്നിട്ടില്ലെങ്കിലും പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം തരും. എന്നാൽ ഈ മനുഷ്യൻ ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മുണ്ടാണ്ട് ഇറങ്ങിപ്പോവുകയാണ്. ഹറാമല്ലേ അത്? അല്ലേ? ഞാൻ ഒരു ഔലിയാണ്, എനിക്ക് കറാമത്തുണ്ട് എന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. മൂപ്പര് മുണ്ടാതെ ഇറങ്ങിപ്പോവുക. അപ്പോൾ ഹോട്ടലിൻ്റെ ഓണറും പണിക്കാരും ഒക്കെ പിടിച്ചിട്ട് ആ ഉടുതുണി അയച്ചു വാങ്ങി വെച്ചു. ഇതൊരു പറ്റിക്കൽസ് ആണെന്ന് കരുതിയിട്ട്, അസുഖമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. എന്തായാലും ഉടുതുണി അഴിച്ചു വാങ്ങി, പിന്നെ അണ്ടർഡ്രോയർ മാത്രമേ ഉള്ളൂ. അതിലിങ്ങനെ പോകുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഹോട്ടലിമൊക്കെ നോക്കിയിത്രേ, അതടക്കണം, ഹോട്ടൽ അങ്ങനെയായിട്ട് കത്തിയെന്നാണ് പറയണത്. ഇതാണ് ഇത്ര കറാമത്ത്. അപ്പോൾ ഇത് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇവർ തന്നെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഇതാരാ പറഞ്ഞു നടക്കുന്നത്? വഹാബികളാണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, തബ്ലീഗുകാരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളാണോ? അല്ല, ഇവരുടെ ആളുകൾ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പകരം മുഹമ്മദ് ഹസനെയാണ് അതിൽ മുൻപന്തിയിൽ. എല്ലാവരും പറയുന്നുണ്ട്, ഇവരുടെ പല ബുക്കുകളിലും ഇത് രേഖപ്പെടുത്തിയതുമാണ്. ഇനി നമുക്ക് ആദ്യം പകര ഹസനി പറയുന്നതെന്ന് കേൾക്കാം. ഇതാരാ പറയുന്നതെന്ന് അറിയണല്ലോ, കേട്ടോ കാണി. അപ്പൊ CM വലിയൊന്ന് അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ, പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന CM ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് CMനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോ കുപ്പായ അയക്കാൻ പറഞ്ഞു, കുപ്പായ അയച്ച് അവിടെ വാങ്ങിച്ചു. തുണി അഴിച്ച്, തലയെക്കെട്ട് അഴിച്ച് അവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് അതൊരു വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ CMനെ അദ്ദേഹം ഓലങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എൻ്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ, എന്നറിഞ്ഞ് കയറി. വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ
ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ, അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, അല്ലാഹുവിനോട് ഖസം ചെയ്താൽ പടച്ചറബേ ഓനിങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത് തന്നെയല്ലേ പറയുന്നത്. അത് ഇസ്ലാമിക ശരീഅത്തിൽ തെറ്റാണത്. മുഹമ്മദി ശരീഅത്തിൽ തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇനി അതിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ. ആ ന്യായീകരണം ഒന്നും കൂടി കേൾക്കാം നമുക്ക്. പക്ഷെ ആ സ്ഥാനം മനസ്സിലാക്കാത്ത ഒരു സമൂഹം ഇത് തെറ്റാണ് എന്ന് വിലയിരുത്തും. ഇത് ശരീഅത്തിനെതിരല്ലേ? അപ്പൊ ഇവരൊക്കെ ചെയ്തത് എന്താണ്? അപ്പൊ ശരിയായിട്ടല്ല CM ഒന്നും ഇവിടെ ജീവിച്ചത്, തിന്മകൾ ചെയ്തുകൊണ്ടാണ്. അവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ശരീഅത്തിനെതിരല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകളായ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഹറാമൊന്നുമില്ലാതെ, ജീവിതത്തിൽ ഹറാമൊന്നുമില്ലാതെ ഫർലോട് ഫർലെടുത്തുകൊണ്ട് സുന്നത്ത് അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ചെയ്തത് തെറ്റാണ്. ഇനി അല്ലാത്തവരാണെങ്കിലും, ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിലും ആ ചെയ്തത് തെറ്റാണ്. അന്യൻ്റെ മുതൽ അന്യായമായി ഭക്ഷിക്കുക, എന്നിട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഏത് അടിസ്ഥാനമാക്കി പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിലെ മുഹമ്മദി ശരീഅത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യൽ തെറ്റാണ്. ഇതൊന്നും അനുഷ്ഠിക്കാതെ ദൈവവിശ്വാസം ഇല്ലാത്ത, മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്ത ആളുകളാണെങ്കിൽ പോലും നാം ഇന്ന് ജീവിക്കുന്ന, നാം ലോകത്ത് ഏത് കോണിൽ ജീവിക്കുകയാണെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാണ്ട് ഇറങ്ങി പോകുന്നത് തെറ്റാണ് മൂല്യരെ. അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇനി ന്യായീകരിക്കണ കോലം കേട്ടോളൂ നിങ്ങൾ. കൊണ്ടാണ് അവരെയാണ് ഇവർ ഔലിയാക്കളായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ. വസ്തുതകൾ നമ്മൾ നിരാകരിക്കാൻ പാടില്ലല്ലോ, നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രചരണങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ കേട്ടാൽ ഒന്നിരിക്കൽ CM വലിയുള്ളാഹിയെ കുറിച്ച് അവർ തെറ്റായ രീതിയിലേക്ക് ചിന്തിക്കും. അത് മഫ്സദത്താണ്, ഫസാദാണ്. അല്ലല്ല, അതിന് ഫസാദ് എന്ന് പറയില്ല. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു. അയാൾ ഭക്ഷണം കഴിക്കുവാൻ പൈസയൊന്നും കൊടുക്കാതെ ഹോട്ടലിൽ കയറിയിട്ട് മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് ആ ഹോട്ടൽ കത്തിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഔലിയ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണക്കാർ കരുതൂല എന്നുള്ള. അപ്പോൾ നിങ്ങൾ ഈ പണ്ഡിതന്മാരെ വേഷം കെട്ടി നടക്കണം, നിങ്ങൾ ഈ കോട്ടുകൂട്ടി നടക്കണം, നിങ്ങൾ എന്താ കരുതുന്നത്? അല്ല, അത് പറയണല്ലോ അല്ലേ? മാത്രമല്ല, അല്ലെങ്കിൽ അവര് ഇതാണ് സുന്നികളായ ആളുകൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത്തരം തെറ്റിയുന്നവരെയാണ് എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്ത് ചോദ്യം ചെയ്യപ്പെടക്കാരനാവും. ഇല്ല, ഒരിക്കലും ഇല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന, സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന സുന്നത്ത് ജമാഅത്ത്, അവരെ ഒരിക്കലും ആരും ഈ ഒരു കാര്യം പറഞ്ഞ് ചോദ്യം ചെയ്യൂല. നിങ്ങളെ സമ്പത്ത് ജമാഅത്ത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഈ ബിദഅത്ത് ജമാഅത്തുമായിട്ട് നടക്കുന്ന തലയക്കെട്ടന്മാരെ ചോദ്യം ചെയ്യും. നിങ്ങളാ പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പറയും. അങ്ങനെ ആളുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിതെറ്റി പോകാൻ കാരണമാകും. നമ്മുടെ എതിരാളികൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാകും. അതാണ് മഫ്സദത്ത് എന്ന് പറഞ്ഞത്. ഈ മഫ്സദത്തിന്റെ ബാബ് അടച്ചു കളയുക. മൗലിയാക്കട മദ്ഹ് പറയുന്നതും കറാമത്ത് പറയുന്നതും മസ്ഹത്താണ്, നന്മയാണ്. പക്ഷെ ആ നന്മയേക്കാൾ തിന്മ വലുതായി വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് സമാനമായ തിന്മ വരുമ്പോൾ തന്നെ ആ തിന്മയുടെ ഭാഗമാണ് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ആ ബാബ അടച്ചു കളയാന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, ആ ബാബണ്ട് അടച്ചാൽ മതി. ഇല്ലാത്ത കറാമത്തും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണ്ട. നിങ്ങൾ ആ പറഞ്ഞു നടക്കണ മുസ്ലിയാക്കന്മാരത് പോയി പറയാം. നിങ്ങൾ ഈ കോലത്തിൽ ഇത് പറഞ്ഞു നടക്കണ്ട. അതേപോലെ തന്നെ ഈ ബുക്കുകളൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിപണിയിലുണ്ടിച്ച് അതൊക്കെ തിരിച്ചെടുത്തിട്ട് കത്തിച്ച് കളയാം. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ തീരും. പിന്നെ യൂട്യൂബിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തത് ഇതുപോലെയുള്ള തള്ളു കറാമത്തുകൾ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യലും ഈ കുറ്റപ്പെടുത്തലും നിർത്താം. ഇത് കുറ്റപ്പെടുത്തുകയല്ല, സത്യപ്പെടുത്തുകയാണ്. ഇത് കുറ്റപ്പെടുത്തുകയല്ല, സത്യം പറയുകയാണ്. നിങ്ങൾ കള്ളക്കറാമത്താണ് പറയുന്നത് മാലോകരോട് വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്തം അത് അഹ്ലുസുന്നയുടെയാണ്, സുന്നികളുടെയാണ്. നിങ്ങളെപ്പോലെ സമ്പത്ത് ജമാഅത്തിൻ്റെയും ബിദഅത്ത് ജമാഅത്തിൻ്റെയും അല്ല. നിങ്ങൾ പറയുന്ന ഈ സമ്പത്ത് ജമാഅത്തും ബിദഅത്ത് ജമാഅത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരുത്തി പറയുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ദേഷ്യം കരുതിയിട്ടൊന്നും കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പറയും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള കുറെ പ്രസംഗങ്ങളും പ്രചരണങ്ങളും വർദ്ധിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ശടകുടഞ്ഞ് എഴുന്നേറ്റത്. അവരെ അവരുടെ ദൗത്യമാണ് അത് അവർ നിർവഹിച്ചത്. ഇപ്പോൾ മുമ്പേ നിങ്ങളുടെയൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചത് പകരം മുഹമ്മദ് ഹസനി എന്ന് പറയുന്ന അത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നാണല്ലോ. ഇപ്പം സംഘടനയിൽ നിന്ന് എന്തോ പുറത്താക്കിക്കുന്നു എന്നൊക്കെ കേട്ടു. എന്തോ ആവട്ടെ,
ആ മനുഷ്യൻ അന്ന് പറഞ്ഞപ്പോൾ എന്തേ നിങ്ങളത് തിരുത്താറുന്നത്? പകരം മുഹമ്മദ് ഹസനി നിങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ടേ നിങ്ങൾ പറയാതിരുന്നത്? അത് പറഞ്ഞില്ല. ഇനി ഇന്നെങ്കിലും അതെന്താണ് വ്യക്തിപരമായിക്കൊണ്ട് നിങ്ങൾ അത് തിരുത്തിക്കാത്തത്? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഈ തള്ളും പറഞ്ഞുകൊണ്ട് നടന്നൊന്നൊരു പ്രശ്നമല്ല, അത് തള്ളാണ് എന്നുള്ളത് തിരുത്തി കാണിച്ചാണ് ഇപ്പോൾ വലിയ പ്രശ്നം. വല്ലാത്ത പോരായാണ് അല്ലേ? പറയാം മൊയ്ലിയരെ. അവിടെ തന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ കാശ് കൊടുക്കാതെ ഇറങ്ങി വരിക. ഹോട്ടലുകാരൻ കാശ് വയ്ക്കുമ്പോൾ അവന്റെ കട തീ പിടിക്കുക. ഇത് കേൾക്കുമ്പോൾ എന്തിനാണ് ആ ഹോട്ടലുകാരനെ ആക്രമിച്ചത്? എന്താണ് അയാൾ ചെയ്തത്? അയാളുടെ ഹക്കാണല്ലോ അയാൾ ചോദിച്ചത്. ഇതൊക്കെ ആളുകൾ എങ്ങനെ ഇതിന് മനസ്സിലാക്കുക? അവിടെ തെരുവിലുണ്ടാകും, പക്ഷെ ആ തെരുവിൽ സാധാരണക്കാരനറിയോ? നിൽക്കുകയും അതൊന്നും കൂടി നമുക്ക് കേൾക്കാം. ഇവരെ വീഡിയോൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കേൾക്കാം. അവിടെ തെരുവിലുണ്ടാവും എന്ന് പറഞ്ഞ് എന്ത് തെരുവിലാണ് മൗലിയരെ? ഒരു മനുഷ്യൻ ഉപജീവന മാർഗമായിക്കൊണ്ട് ഇയാൾ സമ്പാദിക്കാനോ എന്തോ ആവട്ടെ, ഇയാൾക്കൊരു ഹോബി ആയിട്ടാണെങ്കിലും അങ്ങനെ ആവട്ടെ, അയാൾ പണം മുടക്കിയിട്ട് ജോലിക്കാരെയും വെച്ചിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി പലചരക്കിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കൊടുന്നത് വിഭവമാക്കിക്കൊണ്ട് അത് ആളുകളുടെ മുമ്പിൽ ടേബിളിൽ പ്ലേറ്റിൽ കൊടുത്തിട്ട് ആവി പറക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് വെക്കുകയാണ്. അദ്ദേഹം ആ കാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കി ഈ മനുഷ്യൻ ഇത് കഴിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അത് കഴിച്ചിട്ട് അവർ നൽകുന്ന പണത്തിൽ നിന്ന് അതിൽ നിന്ന് ലാഭവിഹിതം എടുത്തിട്ട് വേണം അയാൾക്ക് ജീവിക്കാനോ മറ്റെന്തോ സമ്പാദിക്കാനോ എന്തോ ആവട്ടെ. അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അത് ഹലാലായ ബിസിനസ്സാണ് ഹോട്ടൽ നടത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോട്ടലിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് പൈസ കൊടുക്കും എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കള്ളന്മാരൊക്കെ ഉള്ള നാടാണെന്നുണ്ടെങ്കിൽ ആദ്യം പൈസ വാങ്ങിയിട്ട് പിന്നെ ഭക്ഷണം കൊടുക്കും. അങ്ങനത്തെ ചില ഹോട്ടലുകളൊക്കെ ഉണ്ട്. എന്തായാലും അതല്ല ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ മുകളിൽ ഭക്ഷണം നൽകുകയാണ്. ഇതൊക്കെ തിന്ന് കയറ്റിയിട്ട് എന്നിട്ട് അവിടുന്ന് പൈസയും കൊടുക്കാണ്ട് ഇറങ്ങി പോകുമ്പോൾ എന്ത് തെഹ്വീലിൻ്റെ കഥയാണ് നിങ്ങൾ ഈ പറയണത്? എന്നിട്ട് പറഞ്ഞെന്താണ്? ഔലിയാക്കന്മാർക്ക് അന്യൻ്റെ മുതൽ അന്യായമായി തിന്നാം എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഈ മുഹമ്മദി ശരീഅത്തിൽ ഇസ്ലാമിക ശരീഅത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഔലിയാക്കളല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും അന്യൻ്റെ മുതൽ അന്യായമായി തിന്നുക എന്നുള്ളത് അത് ഹറാമാണ്. ഹറാമ് ചെയ്യുന്നവൻ എന്ത് ഔലിയാണ് മൗലിയരെ? ഇതാ ഒന്നും കൂടി കേട്ടോളിയും. പകരം മുഹമ്മദ് ഹസനി പറയുന്ന ഒന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ സി എം വലിയ അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു, അത് ഈ ഡ്രൈവർ കാണാൻ പൈസ എവിടെ? പൈസ ചോദിച്ചപ്പോ സഹിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല. എന്ത് സഹിഹായ ആലാണിത്? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മുണ്ടാണ്ട് ഇറങ്ങിപ്പോകുക, അത് വലിയ സഹിഹായ ആലാത്രേ. ഇജാതി സഹിഹായ ആലുള്ള ആളുകളാണ് നിങ്ങൾ ഔലിയാക്കൾ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറി മൂല്യരെ മിണ്ടുന്നില്ല. അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലിയരെ വേഷമാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ച് അവിടെ വന്നു, തുണി അയച്ച്, തലയെക്കെട്ട് അയച്ചവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് അതൊരു വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പൊ സി എമ്മിനെ അദ്ദേഹം അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു. ലോറി ഡ്രൈവറല്ലേ? നിറഞ്ഞു കയറി വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. അള്ളാഹുവിനോട് ഖസം ചെയ്താൽ പടച്ചറബേ ഓനിങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ കയറിയിട്ട് ഇത് മറ്റൊരു മനുഷ്യൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ പറയുന്നത്. ഈ കഥ ഇങ്ങനെയല്ല. ഇത് യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെയല്ല. ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ടിരുന്നപ്പോൾ ഇയാളെ ദേഹത്തുള്ള വസ്ത്രമൊക്കെ ഊരി വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ താടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹാല് മറിഞ്ഞ് നടക്കുന്ന സമയത്ത് ഇയാൾക്ക് താടിയില്ല. താടിയില്ലാത്ത ഫോട്ടോ നമ്മൾ കണ്ടതല്ലേ അല്ലേ? കാണാത്തല്ലോ? കണ്ടോ? കാണി ഈ അവസ്ഥയിലാണ്. ഈ അവസ്ഥ കുറച്ച് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി താടി ഉണ്ടോ താടി ഇല്ലേ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അവിടെ നിന്ന് ഈ അണ്ടർ ഡ്രോയർ, വള്ളി ട്രൗസർ, ആ വള്ളി കെട്ടുന്ന ട്രൗസറില്ലേ, ആ ട്രൗസർ നിങ്ങൾ ഇങ്ങനെ വള്ളിയുള്ളതല്ല, അടിയിൽ വള്ളി പിടിച്ച് കിട്ടുന്നത്. ആ ട്രൗസർ കൊടുത്തിട്ട് പൊന്തക്കാട്ടിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കുക ചെയ്തത്. എന്നിട്ട് ലോറിക്കാരൻ കൊണ്ടുപോയില്ല, അത് മറ്റൊരു കാര്യം. എന്നാൽ ആ ഹോട്ടൽ കത്തിച്ചു എന്ന് പറഞ്ഞത് എപ്പോഴാണ് ആ ഹോട്ടൽ? ആ കത്തിയ ഹോട്ടൽ ആരുടെയാണ്? ആ അഡ്രസ്സിൻ്റെ പറയും. അപ്പോൾ ഇത് കള്ളക്കറാമത്താണ്. ഇനി അത് വീണ്ടും ന്യായീകരിക്കുന്നത് കേട്ടോളി. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് കണക്കാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിവേകം, ബുദ്ധി എന്ന് പറയുന്നത്. അത് ഇല്ലാതെ പോയതാണ് ചില ആളുകൾ ഇന്ന് ഈ പ്രസംഗിച്ച് നടക്കാനുള്ള.
അപ്പോൾ പകര മുഹമ്മദ് ഹസനി വിവേക ബുദ്ധി ഇല്ലാത്തവനാണെന്നാണ് ഈ സഖാഫിയോടെ പറയുന്നത്. മറ്റേതെന്താ സഖാഫിയാണോ എന്താണെന്നുള്ളത് ഒന്ന് അറിയിക്കൊണ്ടു. പകരക്ക് വിവേചന ബുദ്ധി, ഒരു ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കുന്നത്. പറയും പോലെ അല്ലേ? കാരണം സത്യം അതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിക്കുമ്പോഴും ഒരുപാട് ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുന്നതും ഇതൊക്കെ കാണുമ്പോഴും ഇവർക്ക് ഈ മാനദണ്ഡം മനസ്സിലാകാത്തതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തത് കൊണ്ടല്ല, നിലനിൽപ്പാണ് പ്രധാനം. കാരണം പഴയ കാലത്ത് ഇപ്പൊ നമുക്കറിയാം കള്ളത്തൊരീക്കത്തുകൾ, ഖാദിരിയ തൊരീക്കത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചില ആളുകളൊക്കെ അവരെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് മടവൂർ എന്ന് പറഞ്ഞ മഹാനെ അവരെ മറയാക്കിയിട്ടാണ് ഇത്തരം ആളുകളൊക്കെ അവരെ ഇത്തരം തട്ടിപ്പുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിയതൊക്കെ വിളിച്ചു പറയല് അവർക്ക് അനിവാര്യമായിരുന്നു. അത് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ, സാധാരണക്കാർക്ക് വരെ തിരിയുന്നുണ്ട്, ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ മാനദണ്ഡം. ഇസ്ലാം ഫസാദ് ആകണ്ട, അല്ലെങ്കിൽ ഇസ്ലാമിലോ സുന്നത്തി ജമാഅത്തിലോ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാധാരണക്കാരന് തിരിയുന്നുണ്ട്. താലികെട്ട് കെട്ടിയ താടി വെച്ച ഇവന് തിരിയണില്ല. അവിടെയാണ് പ്രധാനം. ഇത് ഏത് പറയാൻ പാടുണ്ട്, ഇസ്ലാമിന് എവിടെയാണ് പ്രശ്നം പറ്റുന്നത്, സുന്നത്തി ജമാഅത്തിന് എവിടെയാണ് ഇവരുടെ ഈ പ്രസംഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നത് സാധാരണക്കാരായ ആൾക്ക് തിരിയുന്നുണ്ട്. പക്ഷെ ഈ പണ്ഡിത വേഷധാരിക്ക് തിരിയുന്നില്ല. അത് തിരിയാത്തത് കൊണ്ടല്ല, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആ താടിയും തലയെക്കെട്ടും കെട്ടിയ പണ്ഡിത വേഷധാരി എന്ന് പറയുന്നത് പകരം മുഹമ്മദ് ഹസൻ തന്നെയാണ്. നമ്മൾ 2 തവണ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭക്ഷണം അന്യായമായിട്ട് ഭക്ഷിച്ച ആളാണത് കറാമത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ സഖാഫിനോടും തൊട്ട് അടുത്ത് തലയെക്കെട്ടനായിട്ടിരിക്കുന്ന ആ മൗലിയരോടും പറയുവാനുള്ളത്, നിങ്ങളുടെ പല മുസ്ലിയാക്കന്മാരും ഉസ്താദന്മാരും ഇത് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ പല ഗ്രന്ഥങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ ഇന്നും അവിടെ തന്നെയല്ലേ? സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ പൊന്നാര സഖാഫിയെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ CM മടവൂരി എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ, അയാൾ ഔലിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഔലി ആവാന് കറാമത്ത് ഉണ്ടെങ്കിലേ ഔലി ആവൂ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കള്ളക്കറാമത്തുകൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഔലിയാണ് എന്നുള്ളതിന് എന്തടിസ്ഥാനമാണുള്ളത്? അള്ളാഹു വഹി ഇറക്കിയോ? മലായിക്കത്ത് മുഖേന അറിയിച്ചതാണോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇൽഹാം ഉണ്ടായതാണോ? എങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കിയത്? ഈ മനുഷ്യൻ്റെ പേരിൽ മരിച്ചിട്ട് കണ്ണുറന്ന് നോക്കി നടക്കുന്നില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ അന്യ സ്ത്രീയുടെ അടുത്തേക്ക് നട്ടപ്പാതിരക്ക് കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കറാമത്താണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ലേ? ഇത് ഇസ്ലാം, നിങ്ങൾ പറയുന്ന ഇസ്ലാമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അത് അനുസരിച്ച് അടിസ്ഥാനമാക്കി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ, അവർക്ക് ക്ഷതമേൽപ്പിക്കുന്ന, അവർക്ക് ക്ഷതമൊന്നും ഇതും കൊണ്ട് ഏൽക്കൂല. അവർ ഇതെന്താണെന്നുള്ളത് ഇതുപോലെ വിശദീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വിശദീകരിക്കുമ്പോൾ അതിന് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ കുരുപൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ബിദ്അത്ത് ജമാഅത്തിലെ ഇതുപോലെയുള്ള പിഴച്ച വാദങ്ങൾ പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് അലക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഞാൻ അടുത്ത് ചെയ്യും, റിയാക്റ്റ് ചെയ്യും, വിശദീകരിക്കും, പ്രതികരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മെപ്പോലെയുള്ള ആളുകളുടെ നാവ് കെട്ടുക എന്നുള്ളതല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിവരദോഷികളുടെ നാവ് കെട്ടുക എന്നുള്ളതാണ്. അത് കെട്ടിയിട്ടും അടങ്ങുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരാതിരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും എടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.